ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയായ ആപ്പിൾ കബാബാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആപ്പിൾ കബാബ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 4 ചിക്കൻ ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ വരഞ്ഞിട്ടുണ്ട്, എങ്കിലേ പൊടികളെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ. ഇനി അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ ചിക്കൻ ലെഗ് പീസസും പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കബാബിലോട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചീസ് സ്ലൈസസ് ആണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. അങ്ങനെ ആപ്പിൾ പൾപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ഒരു യെല്ലോയിഷ് കളർ കിട്ടും.
ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. അങ്ങനെ സോസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് കബാബിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി റെസിപ്പി ആപ്പിൾ കബാബ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.